T20 ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരാണ് ഇന്ത്യൻ ടീം. 2024 നടന്ന കഴിഞ്ഞ T20 ലോകകപ്പ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ വീഴ്ത്തിയായിരുന്നു ഇന്ത്യയുടെ കിരീട നേട്ടം. അടുത്ത വർഷമാണ് ഇനി T20 ലോകകപ്പ് നടക്കുന്നത്. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കാനിരിക്കുന്ന ലോകകപ്പിൽ കിരീടം നിലനിർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഇന്ത്യ ഇറങ്ങുക. 2026 കഴിഞ്ഞ ലോകകപ്പ് കളിച്ച ടീമിൽ അടിമുടി മാറ്റങ്ങൾ ഇന്ത്യ വരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. വെടിക്കെട്ട് ബാറ്റർ സൂര്യകുമാർ യാദവ് ആയിരിക്കും അടുത്ത T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ. ഈ വർഷത്തെ IPLൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ചില താരങ്ങളും ടൂർണമെൻറ്റിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകാനാണ് സാധ്യത. 2026 T20 ലോകകപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ടൂർണമെൻറ്റിനുള്ള ഇന്ത്യയുടെ സാധ്യതാ ടീമിനെ നോക്കാം. കഴിഞ്ഞ T20 പരമ്പരകളിൽ ടീമിൽ ഇല്ലാതിരുന്ന ശുഭ്മാൻ ഗില്ലും യശസ്വി ജയ്സ്വാളും T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ സമീപകാലത്ത് മികച്ച ഫോമിലുള്ള താരങ്ങളാണ് ഇരുവരും. ഗിൽ അവസാനം അന്താരാഷ്ട്ര T20 കളിച്ചത് ശ്രീലങ്കയ്ക്കെതിരെയായിരുന്നു. അന്ന് ടീമിൻ്റെ ഉപനായകൻ കൂടിയായിരുന്നു അദ്ദേഹം. അടുത്ത T20 ലോകകപ്പിലും ഗിൽ ഇന്ത്യയുടെ ഉപനായകനായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ അത്ഭുതമില്ല. വെടിക്കെട്ട് ഓപ്പണറായ അഭിഷേക് ശർമ്മയും ടീമിൽ ഇടം പിടിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. സമീപകാലത്ത് ഇന്ത്യക്കായി കിടിലൻ പ്രകടനം കാഴ്ചവെച്ച താരമാണ് അദ്ദേഹം. വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു സാംസന് അവസരം ലഭിക്കാൻ തന്നെയാണ് സാധ്യത. 2024 T20 ലോകകപ്പ് സ്ക്വാഡിൽ സഞ്ജു ഉണ്ടായിരുന്നെങ്കിലും കളിക്കാൻ അവസരം ലഭിച്ചിരുന്നില്ല. കഴിഞ്ഞ വർഷം T20യിൽ ഇന്ത്യക്കായി 3 സെഞ്ചുറികളാണ് സഞ്ജു സാംസൺ നേടിയിട്ടുള്ളത്. എന്നാൽ അടുത്ത ലോകകപ്പിൽ ടീമിൻ്റെ ഓപ്പണർ സ്ഥാനം സഞ്ജുവിന് ലഭിക്കുമോ എന്ന കാര്യം സംശയമാണ്. മറ്റൊരു വിക്കറ്റ് കീപ്പറായി ആര് സ്ക്വാഡിൽ എത്തുമെന്ന കാര്യത്തിലും ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട്. ജിതേഷ് ശർമ്മക്കോ ഋഷഭ് പന്തിനോ ഈ സ്ഥാനത്തേക്ക് നറുക്ക് വീണേക്കും. ഋഷഭ് പന്തിനെ 1ാം വിക്കറ്റ് കീപ്പറായി വീണ്ടും പരിഗണിച്ചാൽ അത് സഞ്ജുവിന് ചെറിയ തിരിച്ചടിയാകും. ലോകകപ്പ് ടീമിൽ സ്ഥാനമുറപ്പുള്ള മറ്റൊരു താരമാണ് തിലക് വർമ്മ. T20യിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച റെക്കോർഡാണ് അദ്ദേഹത്തിനുള്ളത്. സമീപകാലത്ത് സ്വപ്ന ഫോമിലുള്ള ശ്രേയസ് അയ്യർ ഇന്ത്യയുടെ T20 ടീമിലേക്ക് ഉടൻ തിരിച്ചെത്തുമെന്നാണ് കരുതപ്പെടുന്നത്. T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിന് ഇടം ലഭിക്കാനാണ് സാധ്യത. ഓൾറൗണ്ടർമാരായി ഹാർദിക് പാണ്ഡ്യക്കും അക്സർ പട്ടേലിനും T20 സ്ക്വാഡിൽ സ്ഥാനമുറപ്പാണ്. പ്ലേയിങ് 11ലും ഇവരുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായ വരുൺ ചക്രവർത്തി, കുൽദീപ് യാദവ് എന്നിവർക്കും ലോകകപ്പ് സ്ക്വാഡിൽ സ്ഥാനമുണ്ടാകും. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായിട്ടാണ് ലോകകപ്പ് നടക്കുക എന്നതിനാൽ സ്പിന്നർമാരുടെ പ്രകടനങ്ങൾ ഇന്ത്യയുടെ മുന്നേറ്റത്തിൽ നിർണായകമാകും. ജസ്പ്രീത് ബുംറയും അർഷ്ദീപ് സിംഗും പേസ് നിരയിൽ ഉറപ്പാണ്. ഇന്ത്യ കിരീടം ചൂടിയ 2024 T20 ലോകകപ്പിലും കിടിലൻ പ്രകടനമാണ് ഇവർ നടത്തിയത്. ബുംറക്കും അർഷ്ദീപിനും പുറമെ ഹർഷിത് റാണയും പേസർമാരുടെ നിരയിൽ സ്ഥാനം പിടിക്കാൻ സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ശ്രേയസ് അയ്യർ, തിലക് വർമ്മ, സഞ്ജു സാംസൺ, ജിതേഷ് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, വരുൺ ചക്രവർത്തി, ജസ്പ്രീത് ബുംറ എന്നിവരാണ് ടീമിൽ ഉണ്ടാകാൻ ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന താരങ്ങൾ. 15 അംഗ സ്ക്വാഡിൽ ഇവരെ കൂടാതെ 2 താരങ്ങൾ കൂടി സ്ഥാനം പിടിക്കും.